കണ്ണൂരിലെ ബോംബ് സ്ഫോടനം ഈ തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഏറ്റവും ഭയാനകമായ ഒരു സംഭവമാണ്. ബോംബ് സ്ഫോടനത്തിനിടയിൽ ഒരു CPM പ്രവർത്തകൻ ക്രൂരമായി കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരിൽ ചിലർക്ക് 2 കൈയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, മുഖം വികൃതമായിരിക്കുകയാണ്. വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ്. സംഭവം പുറത്തു വന്ന ഉടനെ പതിവ് പോലെ CPM പറഞ്ഞു, ഇതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. കോയിനം മാഷ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തട്ടിക്കയറി, പാർട്ടിക്ക് ഒരു ബന്ധമില്ല. അതുപോലെ തന്നെ പിണറായി വിജയനും പറഞ്ഞു, ഞങ്ങൾക്ക് ബന്ധമില്ല. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ കേസ് മുതൽ ഇങ്ങോട്ട് കണ്ണൂരിൽ നടന്ന എല്ലാ അക്രമത്തിനോടും ഭീകര പ്രവർത്തനത്തോടും CPM സ്വീകരിച്ചിട്ടുള്ള സമീപനം ഇതുതന്നെയാണ്. പക്ഷേ അവരുടെ പ്രസ്താവനയുടെ ചൂടാറുന്നതിന് മുമ്പ് ഇന്ന് ഈ ബോംബ് സ്ഫോടനത്തിൽ CPMന് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് CPMൻ്റെ പാനൂർ ഏരിയ നേതാക്കൾ, ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഈ ക്രിമിനലുകളുടെ വീട് സന്ദർശിച്ചിരിക്കുന്നു. പരസ്യമായി ഈ ക്രിമിനലുകൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. നിങ്ങൾ ബോംബുണ്ടാക്കിക്കോ, നിങ്ങളെ ചികിത്സ ഞങ്ങൾ ചെയ്യും, നിങ്ങൾ കേസുകളിൽപ്പെട്ടോ, ഏറ്റവും വിലപിടിപ്പുള്ള വക്കീലന്മാരെ അണിനിരത്തി ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും എന്ന കൃത്യമായ സന്ദേശമാണ് CPM നൽകുന്നത്. CPMൻ്റെ ഈ ക്രിമിനൽ സംഘത്തിനെതിരെ നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് വരണം എന്നാണ് NDAക്ക് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, കണ്ണൂരിൽ മാത്രമല്ല, വടക്കൻ മലബാറിലെ CPM ക്രിമിനൽ സംഘം, അതിൽ ജയരാജന്മാരുണ്ട്, അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങളിൽ വലിയ വിഭാഗീയത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ തമ്മിലടിയും തുടങ്ങിയിരിക്കുന്നു. ഈയിടെ കൊയിലാണ്ടിയിൽ CPMൻ്റെ ഒരു കൊട്ടേഷൻ അംഗമാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിശ്വൻ്റെ നെഞ്ചത്ത് കുത്തിക്കയറ്റി കൊന്നത്. അതുപോലുള്ള സംഭവങ്ങളും ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ക്രിമിനലുകൾ തമ്മിൽ ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഫലവും കൂടിയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ ഭീകരവിരുദ്ധ അന്വേഷണം നടക്കുന്ന ഏജൻസികൾ കണ്ണൂരിലെ ഈ ബോംബ് സ്ഫോടനത്തിൽ ഇടപെടണം. ശക്തമായി ഇടപെട്ട് അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ക്രിമിനൽ നേതാക്കളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.